കടലിൽ വല വീശുന്നു, പക്ഷേ വലയിൽ കയറുന്നത് നിരാശ മാത്രമാണ്. മത്തിയും അയലയും ചെമ്മീനും ഒന്നും തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥ. ഇതൊന്നും കിട്ടാതെ തീരദേശത്ത് ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട്. കടലിൽ സംഭവിച്ച വലിയ പ്രകൃതിയുടെ മാറ്റമാണ് ഇതിനുള്ള കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേരള തീരത്ത് മത്സ്യലഭ്യത കുത്തനെ കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളൊക്കെ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നു. തോട്ടപ്പള്ളി, അഴീക്കൽ ഉൾപ്പെടെയുള്ള ഹാർബറുകളിൽ നിന്നും ദിവസേന കടലിൽ പോകുന്ന നിരവധി വള്ളങ്ങൾക്ക് അവരുടെ ഇന്ധനച്ചെലവിനുള്ളത് പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മഴ കുറഞ്ഞതും പകൽ ചൂട് കനത്തതുമാണ് ഈ തിരിച്ചടിക്കുള്ള പ്രധാന കാരണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സാധാരണഗതിയിൽ ട്രോളിംഗ് നിരോധന കാലത്ത് മത്തി, അയല, ചെമ്മീൻ, നാരൻ, ആവൂലി, കണവ തുടങ്ങി ഒട്ടനവധി മത്സ്യങ്ങളാണ് തീരത്തോട് ചേർന്ന് സുലഭമായി തന്നെ ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ കാര്യം അങ്ങനെയല്ല. ചിത്രം ആകെ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴ ഗണ്യമായി കുറഞ്ഞു. പുഴകളിലെയും സ്പിൽവേകളിലെയും ശുദ്ധജലത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതോടെ തീരക്കടലിലെ ജലത്തിന്റെ താപനില ഉയർന്നു. അതിന്റെ ഫലമായി ഉപരിതലത്തിൽ സഞ്ചരിച്ചിരുന്ന മത്തി, അയല അങ്ങനെയുള്ള മത്സ്യങ്ങൾ കൂടുതൽ തണുപ്പുള്ള കടലിന്റെ അടിത്തട്ടിലേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഉപരിതലത്തിൽ മാത്രം വലവീശുന്ന ചെറിയ വള്ളങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും തന്നെ മത്സ്യം കിട്ടാതെ പോകുന്ന അവസ്ഥ. 1.5 ലക്ഷം രൂപ വരെ ചെലവിട്ടുകൊണ്ട് കടലിൽ പോകുന്ന പല വള്ളങ്ങൾക്കും ആ ചിലവ് കാശ് പോലും തിരികെ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതോടെ പലരും മത്സ്യബന്ധന യാത്രകൾ പോലും കുറച്ചിരിക്കുന്നു. അതിൽ പലരും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ അഴീക്കൽ, തോട്ടപ്പള്ളി ഹാർബറുകളിൽ നിന്നും മടങ്ങിയെത്തിയ ഭൂരിഭാഗം വള്ളങ്ങൾക്ക് ലഭിച്ചത് ചെറിയ അളവിലുള്ള അയല മാത്രമാണ്. മത്സ്യങ്ങളുടെ പ്രജനനകാലമായിട്ടുള്ള മൺസൂണിൽ നദികളിൽ നിന്നുള്ള ശുദ്ധജലം കടലിലെത്തുന്നതാണ് സാധാരണഗതിയിൽ മത്സ്യസമ്പത്ത് വളരാനായി അതല്ലെങ്കിൽ വർദ്ധിക്കാനായി സഹായിക്കുന്നത്. പക്ഷേ ഇത്തവണ മഴയുടെ കുറവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ തന്നെ ആ സ്വാഭാവികമായ ചക്രത്തെ തകർത്തു എന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ കിലോയ്ക്ക് 75 രൂപയ്ക്ക് പോലും ചെറിയ അയല മാത്രമാണ് കിട്ടുന്നത്. മഴ ശക്തമാവുകയും കടലിന്റെ സ്വാഭാവിക അവസ്ഥ തിരിച്ചെത്തുകയും ചെയ്താൽ മാത്രമേ ഇനി മത്സ്യലഭ്യത പഴയ അവസ്ഥയിലേക്ക് എത്തൂ എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.